മറ്റേ അടുത്തുള്ളതിന് മറ്റേ മുറ്റത്തും മുല്ലയ്ക്കും വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെന്ത് പിന്നെന്ത് ഇടാലോ. ഈ കാണുന്നതാണ് നാട്ടിലെ ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പും അതിനടുത്തുള്ളത് ചായക്കടയാണ്. പിന്നെ തൊട്ടടുത്തൊരു കടയുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ നാട്ടിലുള്ള റോഡും ഇതാണ് എൻ്റെ നാട്. പിന്നെ ഈ തൊട്ടടുത്ത് കാണുന്ന റൈറ്റ് സൈഡായിട്ട് കാണുന്നതാണ് നാട്ടിലെ വോളിബോൾ കോർട്ട്. ഞാൻ വോളിബോൾ എനിക്ക് കളിക്കാനൊന്നും അറിയില്ല. എനിക്ക് ആകെ അറിയുന്ന കളി എന്ന് പറയുന്നത് കണ്ടം ക്രിക്കറ്റ് മാത്രമാണ്. പിന്നെ ഈ വോളിബോൾ കോർട്ടിൻ്റെ ആ സൈഡ് കൂടെ ഉള്ളിലോട്ടൊരു വഴി പോലെയുണ്ട്. ആ ഉള്ളിലുള്ള വഴി കണ്ടോ? ആ വഴിയിൽ തന്നെ അവിടെ ചെറിയൊരു ഗ്രൗണ്ട് പോലെയുണ്ട്. അപ്പോൾ ഞാൻ ഈ വർക്കൗട്ട് ചെയ്യാനൊക്കെ വേണ്ടി വരുന്നത് അതിനകത്താണ്. ഇവിടെയാണ് അപ്പോൾ നാട്ടിലുള്ളവർ വോളിബോൾ കളിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ റോഡ് ഇങ്ങനെ പോകുന്നതാണ് എൻ്റെ ഗ്രാമം. ഈ കാണുന്നതാണ് എൻ്റെ തറവാട്. ഇതാണ് തറവാട്. ഈ കാണുന്ന റോഡിലൊക്കെ ഒരുപാട് ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ട്. ഇതാണ് തറവാട് മുക്ക്. ഞങ്ങൾ കുറേ നാട്ടിലെ പിള്ളേരുടെ കുറേ പേരുടെ തറവാട് ഈ കാണുന്ന ചുറ്റുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ പണ്ട് ഈ കാണുന്ന കണ്ടത്തിൽ ക്രിക്കറ്റൊക്കെ കളിച്ച് ഈ മുക്കിലേക്ക് നിന്ന് വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ആ കുട്ടിക്കാലം മൊത്തം മനോഹരമാക്കിയ സ്ഥലം. ഇവിടെ വന്ന് നിന്നില്ല, ഈ കാഴ്ചയും കൊണ്ട് ഇവിടുത്തെ കാറ്റും കൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര ഫീലാണ്. മൊത്തം നെൽകൃഷിയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത് കേട്ടോ. ഇവിടെ മൊത്തം പച്ചപ്പും രണ്ട് സൈഡും കണ്ടവും പച്ചപ്പായിരുന്ന നടുവിലൂടെയുള്ള റോഡും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് എൻ്റെ ചെറിയൊരു ഗ്രാമം. കണ്ണമ്പള്ളി എന്നാണ് എൻ്റെ ഈ നാടിൻ്റെ പേര് കേട്ടോ. ഈ കാണുന്ന ഈ കലിങ്കിലൊക്കെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണ് നാട്ടിലെ കാഴ്ചകൾ. ഇതൊക്കെ ഇവിടെ ഒരുപാട് പേര് വിദേശത്തുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരിക്കും അവർക്ക്. അപ്പോൾ എൻ്റെ മാമനൊക്കെ ഗൾഫിലാണ്, പുള്ളിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഇതാ ഇവിടെ കനാലിൽ കൂടെ വെള്ളം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഇറിഗേഷൻ പ്രൊജക്റ്റ്. ഇത് മലമ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ വരുന്ന വെള്ളമാണ് നമ്മൾ ഈ കൃഷിക്കൊക്കെ ഇവിടെ ഉപയോഗിക്കുക. കൊക്കറിനെയും പാടങ്ങളും തെങ്ങും ഒക്കെ ആയിരുന്നിട്ട് മനോഹരമായൊരു സ്ഥലമാണ് കാണുന്നത്. ഇതാണോ അതിൽ ആ ഭാഗത്തായിട്ട് നെൽകൃഷി ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്നത് കൂർക്ക കൃഷിയുണ്ടോ? കൂർക്ക കൃഷിയുണ്ട്. പിന്നെ നെല്ലും ആണ് കൂടുതലും. ഇത് കുളിക്കാനൊക്കെ പറ്റിയൊരു കുക്കറിന. ഇത് കണ്ടില്ലേ, ഈ കൂർക്ക കൃഷിയാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് കണ്ട ഇതാണ്. അപ്പോൾ ഈ നെൽകൃഷിൻ്റെ ഇടയിൽ കുറച്ച് കൂർക്ക കൃഷിയും ചെയ്യുന്നത്. ഈ കാണുന്ന ആൽമരമാണ് നമ്മുടെ നാട്ടിലെ ഗ്യാങ്ങുമായിട്ട് എപ്പോഴും വന്നിരിക്കുന്ന ഒരു മെയിൻ സ്പോട്ടാണിത്. നമ്മൾ നമ്മുടെ സമയം ഒരുപാട് സ്പെൻഡ് ചെയ്ത സ്ഥലമാണിത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്നിരിക്കാറുണ്ട് എപ്പോഴും. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ ഇരുന്നത് നല്ല സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, പാടങ്ങളിലൊക്കെ അത്യാവശ്യം ചില പാടങ്ങളിലൊക്കെ നടിയിലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് നടിയിൽ നടക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ പാടത്ത് ഇപ്പം നടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പാടത്ത് പോയി നമ്മുടെ പാടത്തുള്ള നടിയിൽ കാഴ്ചകളും കൂടെ നമ്മൾ കാണിച്ചു തരാം. ഇതുണ്ട്, രണ്ട് പാടങ്ങളുടെ നടുവിലൂടെ ഒരു റോഡ് ഇങ്ങനെ പോവുകയാണ്. ആ റോഡിൽ കൂടെ ചുറ്റും പച്ചപ്പായിട്ടുള്ള പാടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിലൂടെയാണ് നമ്മളെപ്പോഴും പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന വഴിയുണ്ട്. എൻ്റെ നാട്ടിലേക്കുള്ള വഴി, മെയിൻ റോഡിലേക്ക് പോകുന്നുള്ള വഴിയാണിത് കേട്ടോ. ആൾക്കാർ ഇത് കണ്ടോ, കുട്ടികൾ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി അവിടെ കാണുന്ന ഒരു ആൽമരവും അമ്പലമൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ? ഒരു ചെറിയൊരു ഭഗവതി, എളിയ ഭഗവതി എന്നൊക്കെ പറയുന്നൊരു ദേവിയുടെ ചെറിയൊരു അമ്പലമാണ് ഈ കാണുന്നത്. പിന്നെ ഇതെല്ലാം നമ്മളുടെ സ്വന്തം നാട്ടുകാരുടെ വീടുകൾ തന്നെയാണ് കേട്ടോ. ഈ വീടുകൾ കഴിഞ്ഞ് വെച്ച് നിങ്ങൾക്ക് നാട്ടിൽ മെയിൻ സംഭവമായിട്ടുള്ള കള്ള് ഷാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ കണ്ടില്ലേ, കുറേ പ്രായമായൊരു കള്ള് ഓടിക്കാനൊക്കെ വരുന്ന കള്ള് ഷാപ്പ്. അത് തന്നെ വീണ്ടും പാടങ്ങൾ, മൊത്തം ചുറ്റും പാടങ്ങളും നെല്ലും കൃഷിയും ഇതൊക്കെയാണ് ഈ നാട്ടിൻ്റെ മുഖമുദ്ര കേട്ടോ.
പാടത്ത് ഞാറ് വലിയ കഴിഞ്ഞിട്ട് ഞാറിതാ അവിടെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം വലിച്ച് വരമ്പിൽ കയറ്റാൻ പോകണം, എന്നാലേ ഈ കണ്ടം പൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ വണ്ടി വെയിറ്റിങ്ങിലാണ്. അമ്മ അവിടെ നിന്നിട്ട് സൂപ്പർവിഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഞാറെടുത്ത് കയറ്റാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ കെട്ടായി കെട്ടുന്നതിനെ നമ്മൾ മുടി എന്ന് പറയും, ഇല്ലമ്മ? ഞാറ്റുമുടി. വീടെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. എല്ലാ മുടിയും വരമ്പിലേക്ക് കയറ്റിയിരിക്കുക. ഇതുകൊണ്ടോ പാടത്ത് പണിയെടുക്കുന്നവർ ഭക്ഷണം പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകളാണ്. ഇതിങ്ങനെ പാടത്തിട്ട് തന്നെ കൃഷി ചെയ്ത് പ്രതികൂലമായി ബാധിക്കും. ഞാൻ വരുന്ന സമയത്ത് കാണുന്നതൊക്കെ എടുത്ത് വരമ്പിൻ്റെ ഒരു സൈഡ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് അത് ഹരിത കർമ്മസേന കൊണ്ടുപോകുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെന്ത് ഇടാലോ. ഇത് കഥ ഇതാണ് ഇവരുടെ ഈ നടിയിൽ സമയത്തുള്ള ചർച്ചകളും സംസാരങ്ങളും തന്നെയാണ്. നല്ല രസമാണ് കേൾക്കാൻ. എല്ലാം നമ്മളെ നാട്ടുകാർ തന്നെയാണ്, നമുക്ക് പരിചയപ്പെട്ട അമ്മമാരൊക്കെയാണ്. നടിയിലൊക്കെ കഴിഞ്ഞ് വളം ഇട്ടുകൊണ്ടിരിക്കുകയുണ്ടോ, കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ രണ്ട് കണ്ടത്തിലും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പണ്ട് നാട്ടിലെ ആൾക്കാരിന് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇടുന്നത് ബംഗാൾ തൊഴിലാളികളാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നടിയിലൊക്കെ കഴിഞ്ഞ് പാടങ്ങളൊക്കെ സെറ്റായി നിൽക്കുന്ന ഈ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ നടിയിലൊക്കെ കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഓരോ കർഷകരുടെ കാത്തിരിപ്പാണ്. പിന്നെ നടിയിൽ കഴിഞ്ഞ് പിന്നെ ഈ ഞാറ് വലുതായി വന്നു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അതിൽ കള വരും. അപ്പോൾ കള വലിച്ച് കളയണം, പിന്നെ മരുന്നടിക്കണം, അതുപോലെ തന്നെ വളം ആവശ്യമായ വളം സമയങ്ങളിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നെല്ലൊക്കെ വന്ന് കതിരായി അത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആ നെല്ല് കൊയ്ത് നെല്ല് ചാക്കിലാക്കി അത് നെല്ല് വിറ്റ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പൈസ അക്കൗണ്ടിൽ കയറുന്നത് വരെ ഓരോ കർഷകരുടെ കാത്തിരിപ്പാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണത്. നമ്മൾ ഈ കണ്ടത്ത് നിൽക്കുന്ന വെള്ളം കൂടുതലാകുമ്പോൾ തുറന്നു വിടാനും കുറയുമ്പോൾ കെട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചാക്കിൽ മണ്ണാക്കിയിട്ട് ഇങ്ങനെ കഴായുടെ അടുത്തായിട്ട് വെക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ യൂസ് ചെയ്യുന്നത്. വിത്ത് പാകിയ സമയത്ത് അതിൽ പന്നി ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് കോല് കുത്തിയിട്ട് അതിന് ചുറ്റും പ്ലാസ്റ്റിക് കിട്ടുമ്പോൾ അതിന്റെ ശബ്ദത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കിട്ടുന്നത്. അതല്ലാതെ ഇങ്ങനെ മരുന്നടിക്കാനൊക്കെ വേണ്ടി കണ്ട ആ കുപ്പിയെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇട്ട് വെക്കുമല്ലോ, അതിൻ്റെയും ഉണ്ടാവും. മാസ്ക് വരെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വരമ്പിൽ നിന്ന് ഇത്രയും വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് പാടത്തേക്ക് തന്നെ എത്തും എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാനിത് കൊണ്ടുപോയിട്ട് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കുന്ന പോലെ വീട്ടിൽ വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു ചാക്കുണ്ട്, അപ്പോൾ അതിൽ കൊണ്ടിടാൻ. മറ്റേ ഈ റീലിലൊക്കെ കാണുന്ന പോലെ ഇവിടെ എന്തുണ്ട് ഇത് ചെയ്യുമ്പോൾ ഇവിടെ സമാധാനം ഉണ്ട്. അതാണ് സെന്റുമായിട്ട് ഇവിടെ ഉള്ളത്. അതെ, റേഞ്ചില്ലേ, ഇവിടെ സമാധാനം ഉണ്ട്. പാടത്തൊക്കെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത്, പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ കൈയൊക്കെ അതിലൊക്കെ കഴുകി കൈക്കോട്ടൊക്കെ ചിലപ്പോൾ കഴുകിയിട്ട് പോകുന്ന ഒരു കുളമുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുളമാണ്. അതിൽ മീൻ വളർത്താൻ അവർ വിട്ടിട്ടുണ്ട്. ആ കുളമാണ് ഈ കുളം. ഇത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല, ഇത്ര ആഴമൊന്നുമില്ല. പിന്നെ അവർ JCB ഉപയോഗിച്ച് ഹൈറ്റ് ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊക്കെ ഒരുപാട് വന്ന് കുളിക്കാനൊക്കെ വന്നൊരു കുളമായിരുന്നു. നാച്ചുറൽ പൂള്. അയ്യോ,
അങ്ങനെ പാടത്തിൻ്റെയും നാടിൻ്റെയും നാട്ടുകാരുടെയും കാഴ്ച ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വരാം.